സാർ അത് കാണാൻ കിട്ടണല്ലോ. Good evening. ഈ ക്ലാസ്സിൽ വന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ വന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും പഠിത്തം എവിടം വരെയായി? നമ്മുടെ മാത്സിന്റെ നമ്മുടെ കേട്ടിട്ടിന്റെ എക്സാം ആവാറായി അല്ലേ? അപ്പൊ എല്ലാവരുടെയും പഠിത്തം എവിടം വരെയായി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. എല്ലാരും പഠിക്കുന്നുണ്ടോ? എല്ലാരും പഠിക്കുന്നുണ്ടോ? ഹായ് ഷാസ്ഫാദ്, ഹായ് അർച്ചന അച്ചു, ഹായ്. അപ്പൊ നമ്മള് ഇന്ന് മാത്സിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? മാത്സിന്റെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ തന്നേക്കുന്നത്. നമ്മുടെ പ്രീവിയസിൽ നമ്മൾ മുന്നേ വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം എന്താ, നമുക്ക് മുന്നേ ചോദിച്ചു 2023 22 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഇന്നത്തെ ക്ലാസ്സില്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അല്ലെ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടോ? നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? 7226 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ 9ന്റെ ഗുണിതം ആകും എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? 7226 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് 9ന്റെ ഗുണിതം ആകുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താ, നമുക്കിവിടെ തന്നേക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? 9ന്റെ ഗുണിതം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ എന്താണ്, നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ 9ന്റെ ഗുണിതം ആവണമെങ്കിൽ, അല്ലെങ്കിൽ 9 കൊണ്ട് നമ്മൾ നിശേഷം ഹരിക്കണമെങ്കിൽ, നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്താ അവിടുത്തെ പ്രത്യേകത പറഞ്ഞേ? നമ്മള് 2ന്റെ ഡിവിസിബിലിറ്റി റൂള് പഠിച്ചു, അതുപോലെ 3, 4 എല്ലാ നമ്പേഴ്സിന്റെയും ഡിവിസിബിലിറ്റി റൂള് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ 9ന്റെ ഗുണിതം ആവണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയില്ലേ, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ? കൂട്ടുക. നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങൾ നമ്മൾ
കൂട്ടുക. ആ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ കാണില്ലേ, അത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മള് നോക്കിയാൽ മതി, ഗുണനമാണോ എന്ന് നമ്മള് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് എന്താ, നമുക്കിവിടെ തന്നേക്കുന്നത് എന്താ, 7226 അല്ലെ, 7226 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അതിനോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ 9ന്റെ ഗുണിതമാകും എന്നാണ് നമ്മളുടെ ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്ത് ചെയ്യാ, നമുക്ക് 9ന്റെ ഗുണിതമാവണമെങ്കിൽ അതിന്റെ അക്കങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം കൂട്ടുക. അക്കങ്ങൾ ഏതൊക്കെയാണ്, ഇവിടെ 7 ഉണ്ട്, 7 + 2 + 2 + 6. ഓക്കെ, അപ്പൊ 7 + 2 എത്രയാ, 7 2 9 ആണ്. 9 2 എത്രയാ, 9 2 11 ആണ്. 11 + 6 എത്രയാ, 11 + 6 നമുക്കറിയാം 17 ആണ്. അപ്പൊ 17 എന്ന് പറയുന്നത് ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആണോ, 9ന്റെ ഗുണിതമാണോ? അല്ല, 9ന്റെ ടേബിൾ അറിഞ്ഞാൽ മതി അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, അതിൽ ഈ സംഖ്യയോട് നമ്മൾ ഒരു സംഖ്യയും കൂടെ കൂട്ടണം. അപ്പൊ 17ന്റെ കൂടെ ഇവിടുത്തെ ഈ 1 ഇല്ലേ, ഈ 1 നമ്മൾ കൂട്ടുക. 1 കൂട്ടിയാൽ നമുക്ക് ആൻസർ എത്ര വന്നു, 18 വന്നു അല്ലെ. 17ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് 18 വന്നു. ആ 18 എന്ന് പറയുന്നത് എന്താണ്, 18 എന്ന് പറയുന്നത് ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. 9ന്റെ ഗുണിതമല്ലേ, 9 × 2 അല്ലെ, 9 × 2, 9 × 2 എത്രയാണ്, 9 × 2 18 ആണ്. മനസ്സിലായോ, 9 × 2 18 ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്, മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ സംഖ്യയോട് കൂടി 7226 എന്ന് പറയുന്ന സംഖ്യയോട് കൂടി നമ്മൾ 1 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്, 9ന്റെ ഗുണിതമാവുന്നത്. 1 കൂട്ടുമ്പോഴാണ്. അപ്പൊ എത്രയാ, നമ്മുടെ ആൻസർ ഏതാ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, ഡിവിസിബിലിറ്റി റൂൾ, അല്ലെങ്കിൽ 9ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ അറിയാ, 9ന്റെ ഗുണിതം ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക, അക്കങ്ങൾ തന്നിട്ടില്ല, എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അതിന് ഇന്നതൊന്നുമില്ല, എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അതിന്റെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അക്കങ്ങൾ എന്ത് ചെയ്യാ, നമ്മൾ പരസ്പരം കൂട്ടുക. അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ 9ന്റെ ഗുണിതമാണോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. അതാണ് നമ്മളുടെ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 എന്ന് പറയുന്നത്. നമ്മുടെ 3, ഒരു കാര്യം കൂടെ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ 3യുടെ ഡിവിസിബിലിറ്റി റൂള് അല്ലെ, 3 എന്ന് പറയുന്ന സംഖ്യയുടെ ഡിവിസിബിലിറ്റി റൂൾ എന്താ, ആ തന്നിരിക്കുന്ന അക്കങ്ങൾ കൂട്ടുക. 3 വെച്ച് നമുക്ക് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ 3ന്റെ ഗുണിതം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങൾ കൂട്ടുക. ആ കൂട്ടി കിട്ടുന്നത് എന്തായിരിക്കണം, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ 9ഉം 3യും സെയിം മെത്തേഡിലാണ് നമ്മൾ നോക്കുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നന്ദന ഹായ്. ഓക്കെ, നമ്മുടെ പീറ്റർ, ഐഷു, അർച്ചന ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ വന്നേക്കുന്നത്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം, നമ്മളുടെ ഡിവിസിബിലിറ്റി റൂള് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡിവിസിബിലിറ്റി റൂള് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിക്കുക. ഡിവിസിബിലിറ്റി റൂള് മസ്റ്റ് ആയിട്ട് അത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? അപ്പൊ എന്താ, ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളുടെ LCM എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്, ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളുടെ LCM എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചെയ്തിട്ട് ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം
കേട്ടോ. നിങ്ങളുടെ കമന്റ് ചെയ്യണം കേട്ടോ, നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാരും ചെയ്തിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ എന്താണ് ഈ അഭാജ്യ സംഖ്യകൾ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? എല്ലാരും ഒന്ന് പറഞ്ഞേ, നമ്മുടെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകൾ. ഓക്കെ, എല്ലാരും ഒന്ന് പറഞ്ഞേ. അർച്ചന, നന്ദന, പീറ്റർ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് പറയാ, ജസ്റ്റ് ഒന്ന് പറയാ ആദ്യത്തെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്. ഓക്കെ, ഐഷു പറയുന്നുണ്ട്, അർച്ചന പറയുന്നുണ്ട്, ഓപ്ഷൻ സി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാട്ടോ ഇതെങ്ങനെയാ ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ, നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആണ്. അഭാജ്യ സംഖ്യകളെ നമ്മൾ എന്ത് പറയും? നമ്മള് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. വെരി ഗുഡ്. അർച്ചന, നന്ദന, ഐഷു ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ അഭാജ്യ സംഖ്യകൾ വളരെ നിങ്ങള് എക്സാമിന് പഠിക്കുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷൻ ആണ് നമ്മുടെ അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാരും പക്കയായിട്ട് അത് പഠിച്ചിരിക്കണം. അഭാജ്യ സംഖ്യകൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് എന്താ നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് 1 മാർക്ക് ഉറപ്പാണ് അവിടെ, അല്ലെ? അപ്പൊ അഭാജ്യ സംഖ്യകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ അഭാജ്യ സംഖ്യകൾ നമ്മൾ എന്ത് പറയും? പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകൾ എന്താണ്? ഈ അഭാജ്യ സംഖ്യ, ഇപ്പൊ നമ്മൾ 2 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്താൽ 2നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 2 വെച്ച് 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 2ഉം 1ഉം. അപ്പൊ 2 × 1 ആണ് 2. അപ്പൊ ഈ 2 കിട്ടാൻ നമുക്ക് വേറെ ഒരു സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 2 കിട്ടില്ല, അല്ലെ? അപ്പൊ എന്താ? 2 × 1. ഓക്കെ, അപ്പൊ 3 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തു. 3 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 3ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3ഉം ഈ 1ഉമാണ് ഈ 3ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ 4 എന്ന് പറയുന്ന ഒരു സംഖ്യ ഞാൻ എടുത്തു. 4 എന്തായി? 4 കിട്ടാനായിട്ട് നമ്മൾ 4 × 1 നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ 2 × 2 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1, 2, 4. അപ്പൊ 4ന് 3 ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഘടകങ്ങൾ, ഒരു സംഖ്യ എഴുതുമ്പോൾ ആ സംഖ്യയുടെ ഘടകങ്ങൾ എന്തായിരിക്കണം? ആ സംഖ്യയും 1ഉം മാത്രമായിരിക്കണം. 3ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 3ഉം 1ഉമാണ്. 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 5 കിട്ടാൻ 5 × 1 മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ 5ഉം 1ഉമാണ് 5ന്റെ ഘടകങ്ങൾ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 എഴുതിയോ? 1 എവിടെയെങ്കിലും നമ്മൾ എഴുതിയോ? 1 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യ അല്ല. ഓക്കെ, എന്താണ്? 1 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയേ അല്ല. ഓക്കെ, 1 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ. അപ്പൊ നിങ്ങൾ ഈ അഭാജ്യം പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ത്? ഭാജ്യം. അപ്പൊ അഭാജ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഭാജ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അഭാജ്യ സംഖ്യകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഭാജ്യം. അപ്പൊ നോക്കിക്കേ, അഭാജ്യ സംഖ്യകൾ ഞാൻ 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, അല്ലെ? അതെന്താണ്? അതിന്റെ ഘടകം 2ഉം 1ഉം മാത്രമാ. 3ഉം 1ഉം മാത്രമാ. 5ന് 5ഉം 1ഉം മാത്രമാ. അതുപോലെ 4ന്റെ ഘടകം എഴുതിയപ്പോ എത്ര എണ്ണം വന്നു? 3 എണ്ണം വന്നു, അല്ലെ? അപ്പൊ എന്താണ്? അഭാജ്യ സംഖ്യയാണ് എന്ത്? ഈ 4. അപ്പൊ 4ന്റെ ഘടകം അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ ഘടകം 1ഉം അതേ സംഖ്യ അല്ലാതെ വേറെ സംഖ്യകളൊക്കെ വരുന്നില്ലേ? അതാണ് എന്ത്? ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞപ്പോൾ അഭാജ്യ സംഖ്യകള് പറഞ്ഞു, അല്ലെ? അതുപോലെ ഭാജ്യസംഖ്യകൾ പറഞ്ഞു. പിന്നെ 1ന്റെ പ്രത്യേകത എന്താ? 1 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയുമല്ല, അതുപോലെ തന്നെ എന്താണ്? ഭാജ്യസംഖ്യയുമല്ല. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ്?
ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ എന്റെ ആൻസർ എത്രയാ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഭാജ്യമല്ല, അതുപോലെ അഭാജ്യവും അല്ലാത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ പറഞ്ഞേ? ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകൾ 2, 3, 5 അല്ലെ? ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളാണ് 2, 3, 5 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്, അഭാജ്യ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നും ചെയ്യേണ്ട ഫാക്ടറൈസേഷൻ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അഭാജ്യ സംഖ്യകളുടെ LCM ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതെന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തു വെച്ചാൽ മതി. ആ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, അഭാജ്യ സംഖ്യകളുടെ LCM ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവ എന്ത് ചെയ്താൽ മതി? അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി ആ സംഖ്യകളെ. മനസ്സിലായോ? അപ്പൊ 2, 3, 5 അവയുടെ LCM അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. അപ്പൊ 2 × 3 6, 6 × 5 എത്രയാണ്? 6 × 5 6 5 30. അപ്പൊ അഭാജ്യ സംഖ്യ ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 13 ആൻസർ കിട്ടി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അഭാജ്യ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ആ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എല്ലാരും പെട്ടെന്ന് കമന്റ് ചെയ്തോ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഓക്കെ, ജസ്റ്റ് എല്ലാരും ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്താൽ മതിയേ. ആ പറഞ്ഞേ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2 ആണ്. അതുപോലെ ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ. അഭാജ്യമല്ല പറഞ്ഞത് ഐഷു, 0 അല്ല. 0ന്റെ കാര്യമേ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ. ഭാജ്യം, അഭാജ്യത്തിന്റെ കാര്യമല്ല, ഭാജ്യമാണ്. അപ്പൊ നമ്മൾ ഭാജ്യ സംഖ്യ പറയുമ്പോൾ നമ്മൾ നോക്കിക്കേ, 4 വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? 4 വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു 1 എന്ന് പറയുന്നത് ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. അഭാജ്യമല്ല ഭാജ്യവുമല്ലാത്ത സംഖ്യയാണ് 1. നിങ്ങൾ നോക്കുക, 1 ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. 3 ഒരു അഭാജ്യമാണ്. 4 നോക്കിക്കേ, 4 എന്താണ്? ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് 4 ആണ്. മനസ്സിലായോ? ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ 1. 2 എന്ന് പറയുന്നത് എന്താ? അഭാജ്യ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങള് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ ഏതാ? നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ, 30. മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലെ? 3ാമത്തെ ക്വസ്റ്റ്യൻ 11 × 485 - 485ന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് ചെയ്തേ എല്ലാവരും. 11 × 485 - 485 ഇതിന്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എല്ലാരും ഒന്ന് ചെയ്യാം. ഓക്കെ, ചെയ്തു പറയണു. നന്ദന ചെയ്തു പറയണു. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. ഓക്കെ, നന്ദന പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്തിട്ട് പറയാ. ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാരും ഒന്ന് ചെയ്തിട്ട് പറയാ.
ഓക്കെ, പറയട്ടെ ഞാൻ എങ്ങനെ ചെയ്യണേന്ന് പറയാം. ഓക്കെ, ഞാൻ എങ്ങനെ ചെയ്യണേന്ന് പറയാം. വളരെ എളുപ്പമാണ്. AMS പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോ ചിലവര് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലവർ എന്ത് ചെയ്യും, ഇതിൽ എത്ര പേര് ചെയ്തിട്ടുണ്ടാവും അറിയില്ല. എല്ലാരും എന്ത് ചെയ്യും, 11 × 485 ആദ്യം ചെയ്യും. ഓക്കെ, ഷാസ് ഒന്നുകൂടെ ചെയ്ത് നോക്കണം കേട്ടോ. എന്താണ് 11 × 485 എല്ലാരും എന്ത് ചെയ്യും, ആദ്യം ചെയ്യും. ചെയ്തിട്ട് എന്ത് ചെയ്യും, -485. 485 കൊണ്ട് എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര സമയമാണ് പോണത്. 11 × 485 485 × 11 എന്നിട്ട് ആ കിട്ടിയ ആൻസറിനെ 485 വെച്ചിട്ട് മൾട്ടിപ്ലൈ. നന്ദന ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശരിയാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ. 485 കൊണ്ട് മൈനസ് ചെയ്യണം, ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ? അപ്പൊ നോക്കുക, ഇവിടെ നോക്കിക്കേ, 11 × 485 എടുക്കുമ്പോ അവിടെ ഒരു 485 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു 485 ഉണ്ട് അല്ലെ. രണ്ടിടത്തും എന്തുണ്ട്, 485 ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ഈ 485, 11 × 485ന്റെ 485നെ ഞാൻ എന്ത് ചെയ്തു, ഇനി എടുത്തു. മനസ്സിലായോ? 485നെ ഞാനിങ്ങ് എടുത്തു. എളുപ്പം ആണ് ഞാൻ പറയണത്. മറ്റേ രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും, പക്ഷേ നിങ്ങളുടെ ടൈം അത് ഒരുപാട് ഇതായി പോവും. അതുകൊണ്ടാ പറയണത് കേട്ടോ. അപ്പൊ 485 എടുത്തു. അപ്പൊ നമ്മുടെ ഇവിടെ എന്തുണ്ട്, ഒരു 11 ഇല്ലേ, ആ 11 എഴുതി. ഓക്കെ, മനസ്സിലായോ? 11 എഴുതി. മൈനസ് ഇവിടെ 485 ഉണ്ട്. ആ 485നെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ പുറത്ത് എഴുതിയത്. ബാക്കി ഇവിടെ എത്രയാ ഉള്ളത്, 1. അപ്പൊ നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 485 എഴുതുക, ബ്രാക്കറ്റിനകത്ത് 11 - 1. ഓക്കെ, അപ്പൊ 485 നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. 485 നമ്മുടെ കയ്യിലുണ്ട്. 11 1 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ, 10 ആണ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് അല്ലേ, ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, 485 × 11 - 1 എത്രയാ, 10. അപ്പൊ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സംഖ്യയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 10ന് എത്ര പൂജ്യം ഉണ്ട്, ഒരു പൂജ്യം ഉണ്ട്. അപ്പൊ 485 എഴുതുക, ഒരു പൂജ്യം ഇടുക. 485 ഒരു പൂജ്യം, 4850 എന്ന് എഴുതി. 4850 എന്ന് എഴുതി. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്, 485നെ നമ്മൾ കോമൺ ആക്കി പുറത്തിട്ടു, ബാക്കിയുള്ളതിനെ ഉള്ളിലിട്ട് ചെയ്തപ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതെന്താ ജസ്റ്റ് ചെയ്തു നോക്കേണ്ട കൂടി ആവശ്യം വരണില്ല അല്ലെ. ഇപ്പൊ ചിലവരെന്ത് ചെയ്യും, ടൈം പോവും. 485 × 11 വെച്ച് ചെയ്ത് പോകുമ്പോ നമുക്ക് ആൻസർ കിട്ടും, പക്ഷെ എന്ത് ചെയ്യും. ഓക്കെ, വെരി ഗുഡ് നന്ദന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഇവിടെ ഏതാ, ഓപ്ഷൻ എ ആണ്. 4850 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ഏത് കിട്ടി, ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്തത് നമ്മള് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ചെയ്തിട്ട്, ഇത് നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് പറയാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു കുറച്ചും കൂടെ ടൈം തരാം ഞാൻ ഈ ക്വസ്റ്റ്യന്. നമ്മുടെ ഇതെന്താണ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. അപ്പൊ എല്ലാരും കറക്റ്റ് ആയിട്ട് ഓരോ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ പറയാം. ഇത് കാണുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് 7824 എന്ന സംഖ്യ 4ന്റെ ഗുണിതമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. 7824 എന്നത് 4ന്റെ ഗുണിതമാണെന്നാണ് എഴുതിയിരിക്കുന്നത്.
ചെയ്തോ? ചെയ്തിട്ടൊന്ന് പറയണേ. എല്ലാരും ഒന്ന് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാ. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കിട്ടുന്നുണ്ടോ? ആരും ആൻസർ പറയണില്ല. ഓക്കെ, ഞാൻ പറയാട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തരില്ലേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ചിലപ്പോ ശരിയാണോ തെറ്റാണോ എന്ന് കൺഫ്യൂഷൻ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തെടുക്കുക കേട്ടോ. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളുടെ ചോദിച്ചേക്കുന്നത്. 51 ഫസ്റ്റ് തന്നേക്കുന്നത് എന്താ? 51 ഒരു അഭാജ്യ സംഖ്യയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 51 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 51 ഒരു അഭാജ്യ സംഖ്യയാണോ? 51 ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല, 51 ഒരു അഭാജ്യ സംഖ്യ അല്ല. ഓക്കെ, 51 എന്താണ്? ഒരു അഭാജ്യ സംഖ്യ അല്ല. 51 ഒന്നും മാത്രമല്ല അതിന്റെ ഘടകങ്ങളായിട്ടുള്ളത്. അപ്പൊ 51ന്റെ ഘടകങ്ങൾ ഏതാ വരിക? പറഞ്ഞേ, 51ന്റെ ഘടകം. ഓക്കെ, 51 എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പറയാ കേട്ടോ. 51 ഒരു അഭാജ്യ സംഖ്യ അല്ല. ഓക്കെ, 51 ഒരു അഭാജ്യ സംഖ്യ അല്ല. അല്ല, സോറി, 51 ഒരു അഭാജ്യ സംഖ്യയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ റിയൽ ആയിട്ട് എന്താ? 51 ഒരു അഭാജ്യ സംഖ്യ അല്ല. പിന്നെ അതുപോലെ തന്നെ 6413 എന്നത് ഒരു 3ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതമാണോ? 3ന്റെ ഗുണിതം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കുക. ഡിജിറ്റ്സ് എല്ലാം കൂടെ നമ്മള് കൂട്ടി നോക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഡിജിറ്റ്സ് കൂട്ടി നോക്കിയാൽ 6 4 10, 10 1 11, 11 3 എത്രയാ? 14 14 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, 3ന്റെ മൾട്ടിപ്പിള് അല്ല. സോറി, ഒരു മിനിറ്റ്, 3ന്റെ മൾട്ടിപ്പിള് അല്ല. പിന്നെ അതുപോലെ തന്നെ 12, 15, 18 എന്നീ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകം 360 ആണ്. ആണോ? ഏറ്റവും വലിയ പൊതു ഘടകം 360 ആണോ? നിങ്ങൾ ചെയ്തു നോക്കിയോ? ചെയ്തു നോക്കിയോ നിങ്ങള്? 360 ആണോ? അല്ല. പിന്നെ അതുപോലെ എന്താ? 7824 എന്ന സംഖ്യ 4ന്റെ ഗുണിതമാണ് എന്ന് പറഞ്ഞു അല്ലേ? എത്രയാ? AMS പറഞ്ഞു. എന്താ? നമ്മള് ഈ 51 ഒരു അഭാജ്യ സംഖ്യയാണോ എന്ന് ചോദിച്ചില്ല. അതെന്താണ്? 1 × 51 നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. 1 × 51 നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എന്താ? നമുക്ക് 17 × 3 ചെയ്യാൻ പറ്റില്ലേ? 17 × 3 ചെയ്യുമ്പോഴും 51 അപ്പൊ 51ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? 1 വരും, 51 വരും, 17 വരും, 3 വരും അല്ലെ. അപ്പൊ എന്താണ്? 51 ഒരു അഭാജ്യ സംഖ്യയാണെന്ന് എഴുതിയേക്കുന്നത് അത് തെറ്റാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്താ പറഞ്ഞേക്കുന്നത്? 7824 എന്ന സംഖ്യ 4ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 7824 4ന്റെ ഗുണിതമാണോ? എങ്ങനെയാ നമ്മൾ 4ന്റെ ഗുണിതമാണെന്ന് പറയാ? ഇതിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുമ്പോ എന്തായി? 24 അല്ലെ. 7824ന്റെ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തു നമ്മള്. അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തപ്പോ നമുക്ക് എന്ത് വന്നു? 24. ആ 24 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ എത്രയാ? 6 4 24 വരത്തില്ലേ. അപ്പൊ ഇതൊരു 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുമ്പോ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൻസർ ശരിയായ പ്രസ്താവനയാ ചോദിച്ചേക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ? കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം.
മനസ്സിലായോ? കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെ പഠിച്ചു? നമ്മള് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ അഭാജ്യ സംഖ്യയുടെ കാര്യം പഠിച്ചു. അതുപോലെ തന്നെ എന്താ മൾട്ടിപ്പിൾ ഓഫ് 3, മൾട്ടിപ്പിൾ ഓഫ് 4, അതുപോലെ തന്നെ പൊതുഘടകവും പഠിച്ചു അല്ലെ? അപ്പൊ ഈ നമ്മൾ എന്ത് ചെയ്യാ? വളരെ ഓക്കെ, ശരിയാണ് നന്ദന, ആൻസർ പറഞ്ഞ ശരിയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായോ എല്ലാവർക്കും? അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എന്താണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റും ആണ്, സിമ്പിൾ ആയിട്ട് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ അതുപോലെ തന്നെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളുടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ എല്ലാവരും ചെയ്തിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ചെയ്ത് നോക്കുക, ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, MS പറയുന്നുണ്ട്, നന്ദന, അതുപോലെ തന്നെ രാഖി, ആഫി, സുതീഷ, അർച്ചന, എല്ലാരും ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. ജസീറ, സുജിത, എല്ലാരും ജസ്റ്റ് കമന്റ് ചെയ്യാ. നമ്മുടെ ആൻസർ തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങളെ ആൻസർ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ. കിട്ടിയ ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ ഓക്കെ ഓക്കെ, കുറെ പേര് കിട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം പറയാം. നമ്മൾ ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1, 2, 3 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 10 എത്തി. 10ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ചോദിച്ചാൽ അത് 10 ആണെന്ന് അറിയാം. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ചോദിച്ചാൽ 99. അതുപോലെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? 3 അക്കം ഉള്ളത് ഏതാ? 100 ആണ്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 100 ആണ്. അതുപോലെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ? പറഞ്ഞേ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999. അപ്പൊ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത് വരും? 4 അക്കങ്ങൾ വരണം അല്ലെ? അപ്പൊ ഏതൊക്കെയാ? 1000. അപ്പൊ 1000 അല്ലെ? അതുപോലെ തന്നെ അപ്പൊ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാ? 9999 അല്ലെ? 4 അക്കമായി. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ, 5 അക്കം വരണം. അപ്പൊ 1, 2, 3, 4, 5. അപ്പൊ 5. അപ്പൊ 10,000 ആണ് ഏറ്റവും ചെറിയ 5 അക്കം. അതുപോലെ തന്നെ ഏറ്റവും വലിയ 5 അക്കം എത്ര വരും? 99999. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് എന്താണ്, ചിലവർക്ക് എന്താ പെട്ടെന്ന് കൺഫ്യൂഷൻ അടിക്കും. ഇതിലെന്താ, അയ്യോ 5 അക്ക സംഖ്യ വലുതേത് ചെറുതേന്നൊക്കെയുള്ള ഡൗട്ട് വരും അല്ലെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ 10 വെച്ച് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇതിലെന്താ? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ ഏതാ? 10,000 അല്ലേ? ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ 10,000 അല്ലെ? 10,000. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ 10,000. പിന്നെന്താ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, 4 അക്കമുള്ള വലുത് ഏതാ? ഇതല്ലേ? 9999 അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? അതും കൂടെ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? അവ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ 9,999 അല്ലെ? മൈനസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 0-ന്ന് 1 പോവോ? ഇല്ല, ഇവിടെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്നൊരു 1 എടുത്തു. അപ്പൊ ഇവിടെ എത്രയായി? 10 ആയി. ഇവിടെ 10 ബാക്കിയുള്ളിടത്ത് എല്ലാം എന്താവും? 9 അല്ലെ? ബാക്കിയുള്ളിടത്ത് എല്ലാം എന്തായി? 9 ആയി. 10-ന്ന് 9 പോയാ 1, 9-ന്ന് 9 പോയാ 0. അപ്പൊ ബാക്കി എല്ലാം 0 വരും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ വന്നിരിക്കുന്നത്? 1 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? നമ്മുടെ ആൻസർ എത്രയാണ്?
1 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ. അപ്പൊ നിങ്ങളുടെ ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പൊ ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാലും നിങ്ങൾക്ക് അറിയില്ലേ. ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ എഴുതണം, അതുപോലെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ, 999. അപ്പൊ അത് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ ചെയ്യാമല്ലോ അല്ലെ, മൈനസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. 1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാരും ഒന്ന് ചെയ്യാ. ഇതെന്താ ശരിക്കും എഴുതിയേക്കുന്നത്, 16/x equal to x/9 ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 16/x equal to x/9 എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഞാൻ തന്നേക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതെല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാ ചെയ്യാന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. (16/x equal to x/9) ചെയ്യുന്നുണ്ടോ? ഓക്കെ, നന്ദന പറയുന്നുണ്ട്. ബാക്കി എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാ കേട്ടോ, കമന്റ് ചെയ്യാ. എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ, ജസീറ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. ആഫി റോക്സ്, ഓക്കെ, IMS പറയുന്നുണ്ട്. എല്ലാരും ഒന്ന് പറയട്ടോ, നമുക്ക് ടൈമില്ല, എല്ലാരും ഒന്ന് പറയാ. ഓക്കെ, അർച്ചന പറയുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, രാഖി. ഓക്കെ, നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ അശ്രദ്ധ കൊണ്ടിട്ട് നിങ്ങളുടെ മാർക്ക് കളയരുത്, അതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക, പക്ഷെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കളയണ്ട. ഓക്കെ, ആഫി റോക്സ് ഓപ്ഷൻ എ പറയുന്നുണ്ട്, നീതു പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാട്ടോ. ഇത് നോക്കി എന്താ എഴുതിയേക്കുന്നത്, 16/x equal to x/9. 16/x equal to x/9 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ, എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മളുടെ a/b equal to c/d എന്ന് പറയുന്ന ഒരു കാര്യം തന്നിട്ടുണ്ട്. ഓക്കെ, a/b equal to c/d എന്ന് പറഞ്ഞാല് എയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ, ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ. a into d equal to c into b. a/b is equal to c/d നെ നമ്മൾ എന്ത് ചെയ്യാ, എയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ, ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാ. അതുപോലെ കിടക്കുന്ന സംഭവം അല്ലേ ഇത്. 16/x equal to x/9 എന്ത് ചെയ്യാ, ഇവ തമ്മില് ക്രോസ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാ. ഓക്കെ, അപ്പൊ x into x ചെയ്തപ്പോ എത്ര വന്നു, x into x എക്സിന്റെ സ്ക്വയർ ആണ്. x into x is equal to x square. അപ്പൊ x square is equal to നമുക്ക് ഇവിടെ എന്ത് എഴുതി, 16 into 9. 16 into 9 എന്ത് ചെയ്യണ്ട, നിങ്ങൾ നോക്കിക്കേ. 16 എന്ന് പറയണത് ഒരു എന്താണ്, 16ന് എന്താണ് ഫിക്സഡ് ആയിട്ടൊരു ഫിക്സഡ് ആയിട്ടൊരു സ്ക്വയർ റൂട്ട് ഉണ്ട് അല്ലെ, അതുപോലെ 9നും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 into 9. നിങ്ങൾ ഇനി എന്ത് ചെയ്യണ്ട, ഈ 16 9 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ഇതാണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 into 9 എന്ന് എഴുതുക. റൂട്ട് ഓഫ് 16 into 9. അപ്പൊ നമുക്ക് റൂട്ട് 16നും ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് 9 ഉണ്ട്. അപ്പൊ റൂട്ട് 16 എഴുതുക,
ഇൻറ്റു √9 സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഞാൻ ഇത് ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി തന്നേ ഉള്ളൂ. √16 എത്രയാ? 4 4ന്റെ സ്ക്വയർ അല്ലേ 16. അതുപോലെ തന്നെ √9 എന്താ? 3ന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ √9 എന്ന് പറയുന്നത് 3 4 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ? 12 3 12 ഓക്കെ. 4 × 3 12 അപ്പൊ മനസ്സിലായോ? അപ്പൊ 6ന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. അപ്പൊ നമ്മൾ എക്സ് എത്രയാ? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വന്നേക്കുന്നത് 12. മനസ്സിലായോ? മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ 6 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തു. 6 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവണുണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ക്ലാസ് കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാ. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ആ ഓരോ ഓക്കെ ഇതാണോ പറയേണ്ടത് രാഖി? ഇതാണോ പറയേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ആണോ പറയേണ്ടത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതാ ഈ 16/x എഴുതുക ഈക്വൽ ടു x/9. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മളിത് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഈ 16ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 16ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് വന്നു? x × x² ആണ് ഈക്വൽ ടു 16ഉം 9ഉം കൂടെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. 16ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ x ഈക്വൽ ടു എന്താ? നമ്മൾ x² 4 ആണെങ്കിൽ x ഈക്വൽ ടു എന്താ? √4 ആണ് അല്ലെ? അതുപോലെ എന്ത് ചെയ്തു? x² 16 × 9 ആണെങ്കിൽ x ഈക്വൽ ടു റൂട്ട് എഴുതുക 16 × 9. നമ്മൾ √16ന്റെ വാല്യൂ 4 ആണെന്നറിയാം, √9ന്റെ വാല്യൂ 3 ആണെന്നറിയാം. അപ്പൊ 4 × 3 12. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 12 വന്നു. അതാണ് എക്സിന്റെ വാല്യൂ. അപ്പൊ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങള് മെയിൻ ആയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. എക്സാമിന് പോണതിന് മുന്നേ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 30 വരെയുള്ള സ്ക്വയറും സ്ക്വയർ റൂട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സ്ക്വയർ റൂട്ടും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ടൈം കളയേണ്ടി വരും. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? അത്രയെങ്കിലും പഠിച്ചിരിക്കാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മള് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു സംഖ്യയുടെ 1/6നോടും അതേ സംഖ്യയുടെ 1/8ഉം തമ്മിൽ ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് നമ്മളുടെ ചോദിച്ചേക്കുന്നത്. എന്താണ്? ഒരു സംഖ്യയുടെ ഏതോ ഒരു സംഖ്യയുടെ എന്താണ് 1/6നോടൊപ്പം അതേ സംഖ്യയുടെ 1/8 തമ്മില് എന്ത് ചെയ്തു? നമ്മള് ഗുണിച്ചു അല്ലെ? പരസ്പരം ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഗുണിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടി? അതേ സംഖ്യ കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കുക? ഒരു സംഖ്യയുടെ അപ്പൊ സംഖ്യ നമുക്കറിയോ? സംഖ്യ നമുക്ക് അറിയില്ല. നമുക്ക് ഏതാണ് സംഖ്യ കിട്ടുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ സംഖ്യയെ നിങ്ങള് എക്സ് ആക്കി എടുക്കുക. ഓക്കെ, സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? എക്സ് ആക്കി എടുക്കുവാണ്. അപ്പൊ ഒരു സംഖ്യയുടെ 1/6നോടൊപ്പം അതേ സംഖ്യയുടെ 1/8 തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് അതേ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? എല്ലാവരും ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാം. എല്ലാരും ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാ.
ഓക്കെ, ഐഷു പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നന്ദന, ബാക്കി നീതു, അർച്ചന, ആഫി ഒക്കെ എല്ലാരും ജസ്റ്റ് ഒന്ന്, എംഎസ്, ജസീറ എല്ലാരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ, ഒരു സംഖ്യയുടെ 1/6 അതേ സംഖ്യയുടെ 1/8 തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം പറയട്ടെ. ഒരു സംഖ്യയുടെ 1/6 എന്താണ് സംഖ്യ ഏതാണ്? എക്സ്. ആ ഒരു സംഖ്യയുടെ 1/6 ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു 1/6 അതേ സംഖ്യ ഏതാണ്? എക്സ് ഇൻറ്റു 1/8 എന്ത് ചെയ്താലാണ് ഇവ തമ്മില് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതേ സംഖ്യ കിട്ടും. അതിന് സംഖ്യക്ക് ഒരു മാറ്റവും ഇല്ല. നമുക്ക് എന്ത് കിട്ടി? അതേ സംഖ്യ കിട്ടി. അപ്പൊ എക്സ് ഇൻറ്റു 1/6 നമുക്ക് എങ്ങനെ എഴുതാം? x/6 ഇൻറ്റു എന്ത് എഴുതി? എക്സ് ഇൻറ്റു 1/8 നമ്മൾ എന്ത് എഴുതി? x/8. ഓക്കെ, ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എക്സ് കിട്ടുമെങ്കിൽ അതേ സംഖ്യ കിട്ടുമെന്ന് എഴുതിയില്ലേ? അതാണ് ഈ എക്സ്. നോക്കുക, ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഈ ഇവിടുന്ന് ഒരു എക്സും ഈ ഒരു എക്സും കൂടെ അങ്ങ് കളയാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിന്റെ കൂടെ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഈ എക്സും നമ്മൾ കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ട്? എക്സ് ഉണ്ട് ബൈ 6×8 48 ഈക്വൽ ടു എക്സ് കട്ട് ചെയ്തപ്പോ ഇവിടെ എത്രയുണ്ട്? 1 ഉണ്ട് അല്ലെ? എക്സ് കട്ട് ചെയ്തപ്പോ അവിടെ എത്രയുണ്ട്? 1 ആണ്. 0 എന്ന് വിചാരിക്കണ്ട, 1 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? ഇവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 48 ഡിവൈഡ് ചെയ്തേക്കണു, ഈക്വൽ ടു പുറത്ത് പോകുമ്പോ മൾട്ടിപ്ലിക്കേഷൻ. എക്സിന്റെ വാല്യൂ എത്ര വന്നു? അപ്പൊ ഈ 48 ഇങ്ങോട്ട് വന്നു. അപ്പൊ 1 × 48 48. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 48 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? 48 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മളുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 48 ആണ്. മനസ്സിലായോ? ഓക്കെ, എന്താണ് നമ്മള് ഇങ്ങനെ ഒരു സെന്റൻസ് രീതിയിൽ തരുമ്പോ നമ്മള് ഇതുപോലെ എഴുതാൻ പഠിച്ചാൽ, ആ സെന്റൻസ് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാൻ പഠിച്ചാൽ തന്നെ നമുക്ക് പകുതി ആൻസർ ആയി. ബാക്കി നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ ഇത്? നമുക്ക് വേണമെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഒക്കെ വെച്ച് ചെയ്യാം. വേണ്ട, നമുക്ക് വേണ്ട എന്താ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ക്വസ്റ്റിന് ആൻസർ കിട്ടുക, അത്രയല്ലേ ഉള്ളൂ നമുക്ക്. അതല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് നമുക്ക് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 48 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 48 ആണ്. ഓക്കെ, അടുത്തത് നമ്മള് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് എല്ലാവരുടെ കമന്റ് എനിക്ക് കാണണം. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. എല്ലാവരുടെ കമന്റും എനിക്ക് കാണണം. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, അതെ, നമുക്ക് ആൻസർ കിട്ടുക. നമ്മൾ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ എന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് ആൻസർ കിട്ടുക. അതാ നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ചെയ്തേ എല്ലാരും. സുജിത ബി പറയുന്നുണ്ട്. ബി ഇതിന്റെ ബി ആണോ പറയണത്? ഓക്കെ, ജീന ഓപ്ഷൻ സി പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, 1 2 3 4 എന്ന് വന്നു അല്ലെ?
അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എല്ലാവരും കൂടെ ചെയ്തപ്പോ എന്ത് ചെയ്തു? 1 2 3 4. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് എല്ലാവരും നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? ആൻസർ പറഞ്ഞേക്കുന്നത് 1 2 3 4. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? ഏറ്റവും വലിയ സംഖ്യ എഴുതി, അതിന്റെ താഴെ ഇത് എഴുതി, പിന്നെ 11 എഴുതി, പിന്നെ 1 എഴുതി. എന്ത് ചെയ്തു? 4 3 2 1. മനസ്സിലായോ? എത്രയാ? നമുക്ക് എത്ര എഴുതി? 1 2 3 4. ഇപ്പൊ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം, നോക്കിക്കോ. 1 + 11 + 1 1 1 + 1 1 1 1 + 1 1 1 1 1. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ 1 2 4 ഒന്നുണ്ട്. 4 ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ഇങ്ങനെ എഴുതുമ്പോ 4 ഒന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ ആൻസർ 1 2 3 4. ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? 1 2 3 4. ഇവിടെ നോക്കിക്കേ, എത്ര ഒന്ന് എഴുതി? ഇതിന്റെ കൂടെ ഇവിടെ 4 ഒന്നായി, ഇവിടെ 5 ഒന്ന് എഴുതി. അപ്പൊ അതിന്റെ ആൻസർ എത്ര എഴുതി? 1 2 3 4 5. നമ്മൾ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ 6 ഒന്നാണെങ്കിൽ എന്ത് എഴുതും? 6 ഒന്നാണ് വന്ന 1 2 3 4 5 6. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ലാസ്റ്റിലത്തെ നമ്മുടെ നമ്പർ നോക്കുക. ലാസ്റ്റിലത്തെ നമ്പർ എത്ര ഉണ്ട്? 4 ഒന്നുണ്ട്. 4 ഒന്നാണെങ്കിൽ 1 2 3 4. 5 ഒന്നാണെങ്കിൽ 1 2 3 4 5. 6 ഒന്നാണെങ്കിൽ 1 2 3 4 5 6. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 1 2 3 4. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു എത്രയാ, ഒരു 5 സെക്കൻഡ് കൂടി വേണ്ട നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആൻസർ കിട്ടാൻ, അല്ലെ? ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കിയിട്ട് ആൻസർ നോക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്യാൻ ഒരു 5 സെക്കൻഡ് കൂടി വേണ്ട, അല്ലെ? മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 180ന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കണേ. 180നോടൊപ്പം ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും. എന്താണ്? അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാരും ഒന്ന് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യണേ. 180ന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എല്ലാരും 6 പറയണത്. എന്താവോ എല്ലാരും 6 പറയണേ? എല്ലാരും ഇത് ചെയ്തിട്ട് എങ്ങനെയാ ഇത് കിട്ടിയെന്നൊന്ന് പറയോ? 160നോടൊപ്പം ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. 150നോടൊപ്പം ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഇത് കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോ ഒരു സംഖ്യ പൂർണ്ണവർഗമാണെങ്കിൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, എന്താണ്? ഒരു സംഖ്യ ഒരു പൂർണ്ണസംഖ്യയാകണമെങ്കിൽ അക്കങ്ങളുടെ തുക എന്താണ്? അതിലുള്ള അക്കങ്ങളുടെ തുക
1, 9, 4, 7 ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ഒരു സംഖ്യ ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ അതിന്റെ അക്കങ്ങളുടെ തുക 1, 9, 4, 7 എന്നിവ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് 1, 9, 4, 7 ചേർത്തി വായിച്ചാൽ എന്തായി? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. അത് ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947 ആലോചിക്കുക. അതിലെ 1, 9, 4, 7 ഈ 4 സംഖ്യകൾ വരുമ്പോഴാണ് എന്നുവെച്ചാൽ ആ സംഖ്യയുടെ അക്കങ്ങളുടെ കൂട്ടുമ്പോൾ ഈ സംഖ്യ ഏതെങ്കിലും വരുവാണെങ്കിൽ അതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അഥവാ എന്താ? പൂർണ്ണവർഗമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ 8264 മനസ്സിലായോ? 8264 ഇതൊരു പൂർണ്ണവർഗമാണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യാ? ഇതെല്ലാം കൂടെ കൂട്ടുക. 8 2 10, 16 16, 16 4 എത്രയാ? 20. നമുക്ക് 20 വന്നു. ഇനി 20 എന്ത് ചെയ്യാ? ഈ 2ഉം 0 കൂടെ കൂട്ടിയാ എന്തായി? 2 ആയി. ഈ 2 എന്ന് പറയുന്ന സംഖ്യ ഇതിലുണ്ടോ? നമ്മുടെ 1947 ഇല്ല. അപ്പൊ ഇതെന്തല്ല? ഒരു പൂർണ്ണവർഗമല്ല. ഓക്കെ, മനസ്സിലായോ? ഇതൊരു പൂർണ്ണവർഗമല്ല. ഇപ്പൊ 8 2 8 1 8 2 8 1 ഒരു സംഖ്യ എഴുതി. 8 2 10, 10 തൊട്ട് 18 അല്ലെ? 18 18 1 എത്രയായി? 19 ആയി അല്ലെ? 18 1 19 ഓക്കെ. 19 എന്ത് ചെയ്യാ? 1 9 കൂടെ കൂട്ടുക. 1 9 കൂടെ കൂട്ടിയാൽ എത്രയായി? 10 ഇനിയും ഡിജിറ്റ് കൂട്ടുക. ഡിജിറ്റ് 1 0 എത്രയായി? 1 അപ്പൊ 1 എന്ന് പറയുന്നത് ഇതാ 1 9 4 7 അപ്പൊ അതുകൊണ്ട് ഇതെന്തായി? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. മനസ്സിലായോ? അപ്പോ ഇതിൽ ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാല് 180 കൂടെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യത്തെ നമ്മുടെ ഓപ്ഷൻ ഏതാ? 180 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് അല്ലെ? 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 0 8 3 24 4 റിമൈൻഡർ 2 3 2 5 അല്ലെ? 3 2 5 3 2 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 540 കിട്ടി അല്ലെ? 540 കിട്ടിയില്ലേ? 540 കിട്ടിയില്ലേ? അപ്പൊ 540 കിട്ടിയ നമ്മൾ എന്ത് ചെയ്തു? 180 കൂടെ ഏതൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കണേ. 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്രയായി? 5 + 4 9. അപ്പൊ 9 എന്ന് പറയുന്നത് ഇവിടെ വരുന്നില്ലേ? 1947 വരുന്നില്ലേ? അപ്പൊ അതെന്താണ്? ഒരു പൂർണ്ണവർഗമാണ്. മനസ്സിലായോ? 1947 എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. 1947 എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കേ, നമുക്ക് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഓപ്ഷൻ എ നമുക്ക് 3 കിട്ടി. അപ്പൊ അതെന്താണ്? ഇത് നമ്മൾ ചെയ്തപ്പോ ഒരു പൂർണ്ണവർഗം കിട്ടി. ഇനി അടുത്തത് ഓപ്ഷൻ ബി ചെയ്ത് നോക്കാം. 180 × 4 ചെയ്തപ്പോ നമുക്ക് എന്ത് വന്നു? 0 8 3 8 8 8 8 16 324 4 8 32 2 3 4 3 7. അപ്പൊ ഇതും എന്തായി? പൂർണ്ണവർഗമാകാത്തതെന്നായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ. സോറി, ഒരു മിനിറ്റ്. 7 2 എത്ര വന്നു? 9 വന്നു. അപ്പൊ ഇതും എന്താണ്? ഒരു പൂർണ്ണവർഗമാണ്. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടേ. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇനി 180 × 5 ചെയ്യാം. 5 ചെയ്തപ്പോ നമുക്ക് എത്ര വന്നു? ഓപ്ഷൻ സി 5 അല്ലേ? അപ്പൊ 0 8 5 40 0 ശിഷ്ടം 4 5 4 എത്രയായിരുന്നു? 9. അപ്പൊ എന്താണ്?
ഓക്കെ, വെയിറ്റ് ചെയ്യൂ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും നമുക്ക് എന്ത് വന്നു? 9 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 180 ഇൻറ്റു 6 ചെയ്തപ്പോ എന്ത് വന്നു? 0. 1 8 8 2 16 3 27 4 2 40 6 എത്രയാ? 48 8 റിമൈൻഡർ 4. 6 4 എത്ര എത്തി? 10. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും 9 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ, തെറ്റാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വ്യത്യാസം വരും. ഇപ്പൊ ഇവിടെ 7 ആയിരിക്കും വരിക. അപ്പൊ ഇത് പൂർണ്ണവർഗം അല്ലാത്തത് എന്നായിരിക്കും ചോദിച്ചേക്കുന്നത് കേട്ടോ. മനസ്സിലായോ? പൂർണ്ണവർഗം അല്ലാത്തതെന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, മനസ്സിലായി. ഈ ഇതെന്തായി? ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യാ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. അതിൻ്റെയോടൊപ്പം നിങ്ങൾ പഠിച്ചിരിക്കണം. പൂർണ്ണവർഗമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ 1 9 4 7. ഓക്കെ, 1 9 4 7 എന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. പൂർണ്ണവർഗമാകണമെങ്കിൽ ആ സംഖ്യകളുടെ ഡിജിറ്റ്സ് നമ്മൾ കൂട്ടുമ്പോൾ 1 9 4 7 വന്നാൽ അത്തരം സംഖ്യകൾ പൂർണ്ണവർഗമാകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിടാം. ക്വസ്റ്റ്യനിൽ എന്തോ പ്രശ്നമുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളൊന്നും ചെയ്തിട്ട് പറയാം. നമ്മൾ നേരത്തെ പൂർണ്ണവർഗം പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, മനസ്സിലായോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ വിടുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്താ? 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന, എന്താണ്? അതിനോടൊപ്പം കൂട്ടാവുന്ന, ദാറ്റ് മീൻസ് നമ്മൾ ആഡ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പൂർണ്ണവർഗമാകണമെങ്കിൽ എന്താ? അതിന്റെ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ 1 9 4 7. എന്താണ്? 1 9 4 7 വരികയാണെങ്കിൽ അതെന്താണ്? ഒരു പൂർണ്ണവർഗമാണ്. എന്താണ്? ഒരു പൂർണ്ണവർഗമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വിടുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. 8200. 8200ന്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു. ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? 74 എടുത്തു. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 74 എടുത്തു. നമ്മൾ കൂട്ടുക. 4 7 2 8. ഓക്കെ, മനസ്സിലായോ? 4 അപ്പൊ 8 2 7 4 വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടാൻ പോയി. 8 2 10 10 7 17 ആണ്. 17 17 3 എത്ര കിട്ടി? 17 18 19 20 21 അല്ലെ? 17 4 ചെയ്തപ്പോ 21 വന്നു. 21ന് എന്ത് ചെയ്തു? 21ലെ ഡിജിറ്റ്സ് ഏതൊക്കെയാ? 2 1 3. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് 1 9 8 4 1 വരുമോ? അപ്പൊ ഇല്ല. അപ്പൊ ഇതൊരു പൂർണ്ണവർഗമാണോ? അല്ല. അപ്പൊ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്തത് 100 ആണ് അല്ലെ? അപ്പൊ എന്ത് വന്നു? 8 2 0 0 പ്ലസ് 100. 0 എഴുതി 2 പ്ലസ് 1 3 ആണ്. അതുപോലെ 8. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് ഇതെല്ലാ ഡിജിറ്റ്സും കൂട്ടണം അല്ലെ? അപ്പൊ 8 3 0 വേണ്ടല്ലോ. 8 3 എത്രയാ? 11. 11ലെ 1 1 കൂട്ടിയാൽ 2. അപ്പൊ അത് നമ്മുടെ 1947 വരുമോ? ഇല്ല. അപ്പൊ ഇത് നമുക്ക് എന്താവില്ല? ഇത് കൂട്ടിയാലും അതൊരു പൂർണ്ണവർഗമാകില്ല. പിന്നെ അടുത്തത് ഏതാ? 8200 പ്ലസ് 81. 8200 പ്ലസ് 81. 0 1 കൂടെ കൂട്ടിയാൽ 1. 0 8 കൂടെ കൂട്ടിയാൽ എത്രയാ? 8 2 8. 8 2 എത്രയാ? 10 ആണ്. 10 തൊട്ടും 18 18 1 എത്ര വന്നു? 19 വന്നു അല്ലെ? 19 വന്നു. 1 9 കൂടെ കൂട്ടുക. 1 9 കൂടെ കൂട്ടിയാല് 10 ആണ്. 10ഉം 10ൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1ഉം 0 ഉണ്ട്. 1ഉം 0 കൂടെ കൂട്ടിയാല് 1 ആണ്. അപ്പൊ നമ്മുടെ ഇത് 1947 1 വന്നില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാണ്ടായത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
മനസ്സിലായോ? അപ്പൊ നമ്മളൊരു പൂർണ്ണവർഗമാകണമെങ്കിൽ ഏത് വലിയ സംഖ്യ ആയിക്കോട്ടെ, പൂർണ്ണവർഗമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവയുടെ ഡിജിറ്റ്സ് തമ്മില് നമ്മൾ കൂട്ടുക. ഓക്കെ, അവയുടെ ഡിജിറ്റ്സ് കൂട്ടുക. ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ 1, 9, 4, 7 ആയാൽ അതെന്തായി? അതൊരു പൂർണ്ണവർഗമായി. 1, 9, 4, 7. വേറെ ഒരു സംഖ്യ നോക്കണ്ട. 1947. ഓക്കെ, മനസ്സിലായോ അർച്ചന? ഓക്കെ, ഇതുപോലത്തെ ക്ലാസ്സസ് ഒക്കെ ഇനി ഉണ്ടാവും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്താ, നമുക്ക് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ, 1947 ഓർത്തല്ലോ, പൂർണ്ണവർഗം 1947, നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ 1947. മനസ്സിലായല്ലോ? ഓക്കെ, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാരും ഒന്ന് പറഞ്ഞേ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യനോ മൂന്നാമത്തെ ക്വസ്റ്റ്യനോ ചെയ്തതാണ്. എല്ലാരും പറയാ, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാന്നാ ചോദിച്ചേക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പഠിച്ചതാണ്, നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. ഓക്കെ, ജീന പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ പോരെ, പെട്ടെന്നാവട്ടെ. നന്ദന പറയൂ, സുധീഷ, രാഖി, അർച്ചന, എല്ലാരും ജസ്റ്റ്, നീതു, എല്ലാരും പറയാം. ആഫി, എംഎസ്, എല്ലാരും പറയണം കേട്ടോ. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ. അപ്പൊ 1ന്റെ കേസ് നമ്മൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. 2 അല്ലേ, 2 പറഞ്ഞു. അതുപോലെ നമ്മൾ 4 പറഞ്ഞു അല്ലേ. 1ന്റെ പ്രത്യേകത എന്താ? ഭാജ്യവുമല്ല, ഭാജ്യവുമല്ല, അഭാജ്യവുമല്ല. ഭാജ്യവുമല്ല, അഭാജ്യവുമല്ലാത്ത സംഖ്യ 1 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4 ആണ്. മനസ്സിലായോ? അപ്പൊ ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ എന്താ? അഭാജ്യ സംഖ്യയാണ് ചോദിച്ചേക്കുന്നത്. ഏതാ ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ? സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചാൽ അത് 2 ആണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2 സംഖ്യകളുടെ തുക -6. അതിൽ ഒരു സംഖ്യ 2മായാൽ മറ്റേ സംഖ്യ ഏത്? ഒരു സംഖ്യ, 2 സംഖ്യകളുടെ തുക -6 ആണ്. അതിലൊരു സംഖ്യ 2 ആയാൽ മറ്റേ സംഖ്യ എത്ര എന്നാണ് നമ്മളുടെ ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാം പറയട്ടെ? അത് നിങ്ങൾ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുവോ? ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. 2 സംഖ്യകളുടെ തുക, 2 സംഖ്യകൾ ഞാൻ എന്ത് ചെയ്തു? ഒരു സംഖ്യ ഞാൻ എക്സും എഴുതി, അതുപോലെ തന്നെ മറ്റേ സംഖ്യ ഞാൻ വൈയും എഴുതി. 2 സംഖ്യകളുടെ തുക എത്രയാ? ഓക്കെ, ചെയ്തിട്ട് നിങ്ങളൊന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. 2 സംഖ്യകളുടെ തുക, ഒരു സംഖ്യ എക്സ് ആണ്, മറ്റേ സംഖ്യ വൈ ആണ്. 2 സംഖ്യകളുടെ തുക എത്രയാ? -6 ആണ്. 2 സംഖ്യകളുടെ തുക -6 ആണ്. അതിലൊരു സംഖ്യ 2 ആയാൽ, അപ്പൊ എക്സ് അല്ലെങ്കിൽ എക്സ് 2 അല്ലെങ്കിൽ വൈ 2, ഏതാണെങ്കിലും നമുക്ക് എഴുതാം. അതിന് ഇന്നതൊന്നൊന്നുമില്ല. അപ്പൊ എക്സിന് എന്ത് എഴുതു? ഞാൻ 2 കൊടുത്തു, പ്ലസ് വൈ ഈക്വൽ ടു -6. അപ്പൊ 2 പ്ലസ് വൈ ഈക്വൽ ടു -6. അപ്പൊ മറ്റേ സംഖ്യ ഏതാ? വൈ ആണ് അല്ലെ? മറ്റേ സംഖ്യ ഏതാണ്? വൈ ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? -6 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ +2 ഈക്വൽ ടു പുറത്ത് പോയാ -2. അപ്പൊ എന്ത് ചെയ്യാ? 2 നെഗറ്റീവ് സംഖ്യകളാണ്. അപ്പൊ എന്ത് ചെയ്യാ? 6 2 കൂടെ കൂട്ടി 8 എഴുതുക, ഈ മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ മറ്റേ സംഖ്യ ഏതാണ്? -8 ആണ്. +8 അല്ല, -8 ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക, -8. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്, -8 ആണ് ആൻസർ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇത് 12 നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 12 ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, വളരെ സിമ്പിൾ അല്ലേ, നമ്മളെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, നന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യാം. മാത്സിന്റെ കേസൊക്കെ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പൊ എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും കേട്ടിട്ട് എക്സാം കിട്ടണം എന്ന് വിചാരിക്കണു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. Thank you.